ഹലോ everyone and welcome back to my channel. ഗൈസ് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പല ഹെയർ പാക്കുകളെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നും മറ്റൊരു സ്പെഷ്യൽ ഇതിൽ ഞാൻ പറയാനില്ല, എല്ലാ സംഭവങ്ങളും ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഏതൊരു സംഭവം ചെയ്താലും കൃത്യമായിട്ടത് നോക്കി ചെയ്യുന്നതാണ് നല്ലത്. ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. അത് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നും ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് സാധനങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ സാധാരണഗതിയിൽ തലയിൽ തേക്കുന്ന ഒരു ചെറിയൊരു പാക്ക് ഇൻ ദ സെൻസ്, അത് പാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പാല്. ആ പാലാണ് നമ്മളിന്ന് തലയിൽ തേക്കാൻ പോകുന്നത്. പ്ലസ് നമ്മൾ തല കഴുകുന്നത് എങ്ങനെ എന്നുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം. തലയിലെ അഴുക്ക്, ഇതുപോലെ പൊട്ടിയ മുടി, ആവക സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രതിവിധി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ്. സോ ഗൈസ്, ഈ ഒരു സംഭവം നമ്മൾ തലയിൽ തേക്കുമ്പോഴത്തേക്ക്, ഇതൊരു പാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ തലയിൽ തേക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയുടെ ഈ അറ്റമൊക്കെ പൊട്ടി വരത്തില്ലേ, ഈ അറ്റം ഇവിടെ ഇങ്ങനെ പൊട്ടി വരത്തില്ലേ, ഈ പൊട്ടിയത് ശരിയാകും എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ പൊട്ടി വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ മുടിയുടെ അറ്റം അങ്ങ് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അതായത് ഇപ്പോൾ ഈ ചെടി കാണിച്ചത്, ഇപ്പോൾ ഈ ചെടിയുടെ ഇത് കണ്ടോ, ഇങ്ങ് മുകളിൽ ഇവിടെ ഒരു ജാതി കട്ടായി പോയി, ഒരു മഞ്ഞപ്പ് കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പം ഇവിടെ ഇത് കാണിച്ചിടാം. ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ മഞ്ഞയായി പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുകളിലോട്ട് വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് പച്ച പൊള്ളടം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്ക് പിന്നെ അത് വളരുന്നത് കറക്റ്റായിട്ട് വളർന്നു വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മുടി. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നതാണെന്നുണ്ടെങ്കിൽ ആ അറ്റം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരുന്നത് കറക്റ്റായിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള മുടി വളർന്നു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അഥവാ അങ്ങനെ പൊട്ടിപ്പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ പാക്ക് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല റിസൾട്ട് എന്തായിരുന്നാലും കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, നമുക്ക് ഇതിൽ വേണ്ടത് തേങ്ങയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് നിങ്ങൾ പേടിക്കണ്ട. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് ഇങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. മാത്രമല്ല, ഇത് ഇല്ലാണ്ടായി പോകാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താണ്. ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിഞ്ഞ് ഇളവി വരും. അപ്പോൾ നമുക്ക് ഫ്രഷ് തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് തേങ്ങ കിട്ടുമല്ലോ. അപ്പോൾ ആ ഫ്രഷ് തേങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സംഭവം ഇതറിയാമല്ലോ, പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയായിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് തേങ്ങാപ്പാല്. അടുക്കളയിൽ സ്ഥിരമായിട്ട് കയറുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് നന്നായിട്ട് ഞവടി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. മിക്സറിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ പാലെടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാൻ എന്തായിരുന്നാലും നന്നായിട്ട് കൈകൊണ്ട് ഞവടി എടുക്കട്ടെ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ പാല് ഒരു വൈറ്റിഷ് കളറിൽ പാല് ഇറങ്ങി വരും. അപ്പോൾ ഇത് ഞാനൊന്ന് ഞവടി എടുക്കട്ടെ ആദ്യം. ഞാനിപ്പോൾ എന്തായിരുന്നാലും വേറൊരു കപ്പിലോട്ട് എടുത്ത് ഇത് നിങ്ങൾക്ക് ഒന്നിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം, നന്നായിട്ട് അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സമയം എടുത്ത് കൈ വെച്ച് ഉരച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ടേ അതിനകത്തോട്ട് ഈ സാധനം അങ്ങോട്ട് ഒഴിക്കുക. ഓക്കെ, പിഴിഞ്ഞെടുക്കണം. അതായത് ഇപ്പോൾ താഴെ കണ്ടോ നിങ്ങൾ, കുറച്ച് തേങ്ങയൊക്കെ വീണത് കാര്യമില്ല. വൈറ്റിഷ് കളറിൽ എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയതാ ഗൈസ്. അപ്പോൾ ഈ വൈറ്റിഷ് കളറിൽ ഇത് കണ്ടോ, ഇപ്പോൾ തേങ്ങ മാത്രമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പാലാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. ഇപ്പം എൻ്റെ കോട്ടൺ തുണി ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഗൈസ് ഇങ്ങനെ വരുന്നത് കേട്ടോ. കണ്ടോ, അല്ല, ഈ കോട്ടൺ തുണി ഇതിങ്ങനെ വീതി കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കൈ അനക്കല്ല, ക്യാമറ വെക്കുമ്പോൾ കുറേശ്ശെ ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ ചാടിപ്പോരും. കാരണം ഇതിൻ്റെ അടുത്ത് വീതിയുള്ള കോട്ടൺ തുണി ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അല്ല, ഇത് സത്യത്തിൽ ഇങ്ങനെയായിരുന്നു. അതായത് തേങ്ങ ആയതുകൊണ്ട് എണ്ണയൊക്കെ നമ്മൾ ഇതിലാണ് ഊറ്റിയെടുത്തത് കൈസ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മളിത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് അമ്മയടുത്ത് പറയരുത്, അമ്മ ഒരു തേങ്ങ ഇതാണെന്ന് പറഞ്ഞോളതിൽ ഓട്ടിച്ചിട്ട് ഇടി പറ്റിക്കും. നന്നായിട്ട് ആദ്യത്തെ ട്രിപ്പിലായില്ലെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി. ഓക്കെ, ബാക്കി പറഞ്ഞ ഈ തേങ്ങാപ്പില കളഞ്ഞിക്ക, തുണി കളയണ്ട.
നമ്മുടെ ഇതിപ്പോൾ തുണി പഞ്ചായത്ത് കളയും, കാരണം ഇത് ഇവിടെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ സംഭവമാണ് നമ്മളിനി തലയിലോട്ട് തേക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിക്കുന്നൊരു 15 to 20 മിനിറ്റ്സിന് മുന്നേ നമ്മളിത് ശരിക്കും നമ്മുടെ തലയിൽ പിടിച്ചു വെക്കും. ഐ മീൻ എന്താ പറയുക, മസാജ് ചെയ്ത് പിടിക്കും. മസാജ് ചെയ്ത് വളരെ നിർബന്ധമാണ്. ഇൻവേർഷൻ രീതിയിൽ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻവേർഷൻ മെത്തേഡിനെ പറ്റിയിട്ട്. അപ്പോൾ നേരെ കുമ്പിട്ട് നിൽക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് തേച്ച് തുടങ്ങാം. നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പൊട്ടിപ്പോയ മുടികൾ പിന്നെ ബലം കിട്ടാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമായൊരു സംഭവമാണ് ഈ തേങ്ങാപ്പാൽ. ആൻഡ് ഇതിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ കുട്ടികൾക്ക് ചൂടുകുരു വരുമ്പോഴത്തേക്ക്, ഞാനത് കുഞ്ഞാവേൽ പരീക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്ര കറക്റ്റായിട്ട് ഞാൻ പറയുന്നത്. അവളുടെ കാലിൽ ഇങ്ങനെ ചൂടുകുരു വന്നിട്ട്, ഇവിടെ നല്ല ചൂടാണ്, കൈ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. നിയർലി ടു 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ചൂട്. അപ്പോൾ അത് നമ്മൾ കാലിൽ വെറുതെ ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ചൂടുകുരു ഒറ്റ തേപ്പിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കാണാം. 2-3 പ്രാവശ്യം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി ഇല്ലാണ് ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ വലിയവർക്കാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല തേക്കുന്നുണ്ടിട്ട്. ചെറിയ കുട്ടികളുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ടിട്ട്. ആൻഡ് ഇതിൽ നമുക്ക് വേറൊരു സംഭവം ചെയ്യാൻ പറ്റും. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇത് ഐസ് കട്ടയാക്കിയിട്ട് നമ്മൾ നേരെ ഐസ് ക്യൂബ് ചലഞ്ച് പണ്ട് ചെയ്തില്ലേ, അപ്പോൾ ആ ചലഞ്ച് പോലെ നമ്മുടെ മുഖത്ത് റബ്ബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുഖത്തിനും നല്ല ഗ്ലോയിങ്ങും ബ്ലാക്ക് സ്പോട്ടുകൾ മാറാനായിട്ടും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് തേങ്ങാപ്പാൽ. ആൻഡ് ഇനി നമ്മളിത് കഴുകി കളയുന്നത് ഗൈസ്, നമ്മുടെ ഈ തലയിലുള്ള അഴുക്ക് മൊത്തം പോകാനായിട്ടും ഈ ഒരു സംഭവം കൊണ്ടിട്ട് സാധിക്കും. ഒരുപാട് അഴുക്ക് നമ്മുടെ തലയിൽ അടിഞ്ഞു കൂടുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ടും പൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ കഴുകി കളയുക എന്നുള്ളതാണ്. അപ്പോൾ കഴുകി കളയാനായിട്ട് ഇപ്പോൾ സൗദിയിലുള്ളവർക്ക് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദശാലകൾ ചോദിച്ചാൽ മതി. ഗൾഫിലുള്ളവർക്ക് ഒരുപാട് നമ്മുടെ ആയുർവേദശാലകൾ ഉണ്ടാവുമല്ലോ, അവിടെ നോക്കിയാൽ മതി. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പുറം ഒക്കെ ഉണ്ടാവും അങ്ങടിക്കടലിൽ. ഒരു സാധനം ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. സോ ഗൈസ് വേണ്ടേ, ഇത് കണ്ടോ, ഈ സാധനത്തിൻ്റെ പേര് ഇഞ്ച എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു വേരാണിത്, ഇഞ്ച. എന്ത് വേരാണ് ഇത്? ഇഞ്ച എന്ന് പറയണത് സംഭവം. ഓക്കെ, ഇതിൻ്റെ കുറച്ചെടുത്താൽ മതി, വളരെ കുറച്ച്. ഞാനത് കുറേശ്ശെ എടുക്കണുള്ളൂ, നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ടിട്ട്. സാധനം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കിട്ടും. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവമായിരുന്നു. ഇതിൻ്റെ ഇത്ര ഒരു പാർട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിന് എടുത്താൽ മതി. അതെടുത്തിട്ട് നമ്മൾ വെറുതെ വെള്ളത്തിനകത്തേക്ക് ഇട്ടേക്കാം. വെള്ളത്തിനകത്ത് ഇട്ടേക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും, അതായത് പിന്നെ ഇത്ര മതി കേട്ടോ, അത്രയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇതൊരു മരത്തിൻ്റെ വേരാണ്. അപ്പോൾ ഈ സംഭവം നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേക്ക് പിന്നെ വെള്ളത്തിലുള്ള ബാക്കിയുള്ള എന്തെങ്കിലും കെമിക്കൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പിടിച്ചെടുത്തിട്ട് ഒരു റെഡിഷ് കളറിലേക്ക് വെള്ളം അങ്ങോട്ട് മാറും. ആ വെള്ളം നമ്മൾ ഇൻവേർഷൻ മെത്തേഡിൽ നിന്നിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, പിന്നെ ഒഴിച്ച് കഴുകി കഴിയുമ്പോഴത്തേക്ക് മൈൽഡായിട്ട് ഷാമ്പു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, മൈൽഡ് ഷാമ്പു, നിങ്ങൾ പറയുന്ന മൈൽഡ് ഷാമ്പൂസ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്. ഗൈസ്, അങ്ങനെ കിട്ടാനില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ഷാമ്പു ആണ്. ബേബി ഷാമ്പു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴുകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു സംഭവം അലോവേരയുടെ ഷാമ്പു ആണ്. അലോവേരയുടെ ഷാമ്പു, ഇതിൽ സൾഫേറ്റ് കുറവാണെന്നേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് മറ്റ് ഭൃംഗരാജ് ആ ഒരു ഷാമ്പു കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ബേബി ഷാമ്പു യൂസ് ചെയ്യാം. ജോൺസൺ ആൻഡ് ജോൺസൻ്റെയോ അല്ലെങ്കിൽ എന്താണെന്നറിയാം അതിൻ്റെ പേര്, നുനു അല്ലേ, നുനോ സെബാമെഡോ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഷാമ്പു യൂസ് ചെയ്ത് കഴുകിയാലും മതി. അതിലും സൾഫേറ്റ് വളരെ കുറവായിരിക്കും, കെമിക്കൽസ് ഒക്കെ വളരെ കുറവായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ സാധനം യൂസ് ചെയ്തിട്ട് ഈ വെള്ളം വെച്ചിട്ട് കഴുകുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ തലയിലുള്ള കംപ്ലീറ്റ് അഴുക്കും കാര്യങ്ങളും ഒക്കെ മാറി കിട്ടും. ഏതൊരു പാക്ക് ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ്, അതിന് മേലെ നമ്മൾ പാക്കുകൾ വെക്കരുത്. എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം 1 അവർ. ഓവർനൈറ്റ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ചില ഓയിൽസ് അങ്ങനെ ഓവർനൈറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടെ ട്രൈ ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ ഒരു പാക്കെങ്കിലും, ഏതെങ്കിലും ഒരു പാക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇടുക. ദെൻ നമ്മൾ ഓയിൽ കണ്ടിന്യൂ ചെയ്യുക. വൃത്തിയായിട്ട് മുടി എപ്പോഴും കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ വീഡിയോ ഞാൻ എന്തായിരുന്നാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ട് ഒന്നാം പാൽ എന്നല്ലേ പറയണത്, അതന്നെ ഒന്നാം പാൽ യൂസ് ചെയ്തിട്ട് തലയിൽ വൃത്തിയായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുടിയുടെ പൊഴിച്ചിലും ഒക്കെ കുറയും. താരം വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഇത് ആ ഒരു മിശ്രിതം ശ്രമിക്കും. ആൻഡ് കഴുകുമ്പോഴത്തേക്ക് ഇഞ്ച വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇഞ്ച കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചു വെക്കുക. ഏറ്റവും താഴത്തെ
ഇപ്പോൾ ഇതിങ്ങനെ ബക്കറ്റാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ വെള്ളം എടുക്കരുത്, ബാക്കി വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകിയാൽ മതി. കലക്കാതെ എടുക്കുക, അടിയിൽ നിന്ന് കോരാതെടുക്കുക, മേലിൽ നിന്ന് കോരി എടുക്കുക. കാരണം ഗൾഫിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ സംഭവം കിട്ടാനായിട്ട് പാടായതുകൊണ്ടിട്ടാണ് ആ ഒരു ടെക്നിക്ക് പറയുന്നത്. കാരണം ക്ലോറിൻ മൊത്തം ഒരു ദിവസം ഓവർനൈറ്റ് വെക്കുമ്പോഴത്തേക്ക് ഇത് മൊത്തം അടിയിലേക്ക് അങ്ങ് അടിയും. അപ്പോൾ ഏറ്റവും ടോപ്പിലെ വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകാനായിട്ട് ശ്രമിക്കുക. ആൻഡ് വേറെ എന്താ പറഞ്ഞത്? അത് രണ്ടും തന്നെയല്ലേ പറഞ്ഞത്? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് ഇടുക, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ടാലും മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ think